ജനകീയം എന്ന വാക്കിന്റെ പരിപൂർണമായുള്ള അർത്ഥം മനസ്സിലാക്കാനാകും നന്മകൾ പൂക്കുന്ന നാട്ടിൽ എന്ന സിനിമയുടെ ചരിത്രമറിഞ്ഞാൽ. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് സാങ്കേതിക പ്രവർത്തകർക്ക് സംവിധായകന്റെ വീട്ടിലായിരുന്നു താമസവും ഭക്ഷണവും. ഷൂട്ടിങ്ങിന്റെ ആദ്യഘട്ടത്തിൽ താമസിക്കാൻ വീടൊരുക്കിയത് കോയോട്ടെ ഗ്രാമീണരായിരുന്നു. ഓരോ വീടുകളിലായിരുന്നു ഓരോ നേരത്തെ ഭക്ഷണവും. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ആഹാരം വിളമ്പി ആതിഥ്യമര്യാദ കാട്ടി നാട്ടുകാരും വീട്ടുകാരും. നന്മകൾ പൂക്കുന്ന നാട്ടിലിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് നടന്നത് കോയ്യോടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഏറെ സ്നേഹത്തോടെ നാട്ടുകാർ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ജനകീയ സിനിമയുടെ അർത്ഥവ്യാപ്തി പ്രകടമാക്കി. സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഗ്രാമം തില്ലങ്കേരിയാണ്. തില്ലങ്കേരിയിലാണ് നന്മകൾ പൂക്കുന്ന നാട്ടിൽ സിനിമയുടെ മുക്കാൽ ഭാഗവും ചിത്രീകരിച്ചത്. അവിടെയും ജനങ്ങളുടെ കൂട്ടായ്മയും സ്നേഹവും വേണ്ടുവോളം ഈ സിനിമയ്ക്കൊപ്പമുണ്ടായിരുന്നു. തിരക്കുള്ള മുഴക്കുന്ന് ടൗണിലെ ചിത്രീകരണവും നാട്ടുകാരുടെ പരിപൂർണ സഹകരണം കൊണ്ട് നല്ല രീതിയിൽ നടന്നു. കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷൂട്ടിംഗ് അനുവദിച്ചു കിട്ടിയ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കി. മുഴപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം പാർക്ക്, പിണറായിയിലെ പുഴയോരങ്ങൾ ഇവിടങ്ങളിലെല്ലാം വളരെ സുഗമമായി ചിത്രീകരണം നടന്നു. അങ്ങനെ ജനകീയ സിനിമയുടെ അർത്ഥവ്യാപ്തി, പൂർണ്ണ ജനകീയ സിനിമ നന്മകൾ പൂക്കുന്ന നാട്ടിലൂടെ ലോക സിനിമാ ചരിത്രമറിഞ്ഞു.